ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടീ കേക്കാണ്. തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടീ കേക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവണോ അല്ലെങ്കിൽ ബീറ്ററോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ മാത്രം മതി. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു സോഫ്റ്റ് ടീ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം എനേബിൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന പോലെ മൈദ ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മാറ്റി വെക്കാതെ തന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദയിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു സോഫ്റ്റ് സ്ട്രക്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ആ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ട് കമ്പൈൻ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്, ഉണങ്ങിയിട്ടുള്ള മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമ്മൾ പൊടിക്കാതെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായാണ്. ഒരു 3 ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുത്തത് കേട്ടോ. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ യൂസ് ചെയ്താലും മതി. അപ്പോൾ അത് നന്നായിട്ട് 2 മിനിറ്റ് നേരം അടിച്ചെടുത്ത ശേഷം അതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ശേഷം അത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താലും മതി. നല്ല സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കുന്ന വേണ്ട, മെല്ലെ അങ്ങോട്ട് മിക്സ് ആവുന്ന രീതിയിൽ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് എല്ലാം കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ 1 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് ചെറി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഇതിപ്പോൾ 7 ഇഞ്ചിൻ്റെ മോൾഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ മോൾഡാണെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ബട്ടർ പേപ്പർ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 7 ഇഞ്ചിൻ്റെ ആകുമ്പോൾ കുറച്ചൊന്നൊരു തിക്നെസ് ഉണ്ടാവും. 8 ഇഞ്ചിൻ്റെ ആകുമ്പോൾ ഒന്നും അത്ര തിക്നെസ്സിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം, എയർ ബബിൾസ് ഒന്ന് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 2-3 തവണ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ കംപ്ലീറ്റ് പോയി കിട്ടും. എന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒരു പഴയൊരു പാൻ എടുക്കാം. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാന്, ഇതിപ്പോൾ പഴയതായിട്ടുള്ളൊരു പാനാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഓൾറെഡി വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കുന്നത്. നേരിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ കാണിച്ചിട്ട് ഡ്രസ്ലൈസസ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇതുപോലെ തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ, ചെക്ക് ചെയ്താൽ മതി. അതും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിത് ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഹോളൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട്, എയർ പോവാത്തൊരു മൂടി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ബേക്ക് ചെയ്തെടുക്കാം.
ഇത് നമുക്ക് ഫസ്റ്റത്തെ 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ടോട്ടലായിട്ട് എനിക്ക് 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. 35-40 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിത് 35 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മോള് അപ്പോഴേക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്തില്ല. അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് കൈയൊക്കെ ഇട്ടിട്ടൊന്ന് ഹോളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് സമാധാനം ഇല്ലാണ്ട് അപ്പോൾ അങ്ങനെ ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒട്ടും അടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ എനിക്ക് വേറൊരു കാര്യം അറിയാനുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കണത്. ഞാനത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഈ ഒരു ടീ കേക്ക് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിൽ തേങ്ങയൊക്കെ കടിക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏതാണ് താല്പര്യം അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.